മണിയമ്പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന ആക്ഷേപത്തിനു പിന്നാലെ അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം DCP വിനോദിനാണ് അന്വേഷണ ചുമതല. അപകടം നടന്ന സമയം മുതലുള്ള പോലീസ് നടപടികളിൽ അപാകതയുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് മ്യൂസിയം പോലീസിന്റെ മൊഴി. ട്രിവാൻഡ്രം ക്ലബിന് സമീപമുണ്ടായ അപകടം നടന്ന് 12 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് നടൻ മണിയൻപിള്ള രാജുവിന്റെ വൈദ്യപരിശോധന നടന്നത്. വാഹനമേതെന്ന് കണ്ടെത്തുകയോ വാഹന ഉടമയെ തിരിച്ചറിയാൻ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. സാധാരണ കേസുകളിൽ തെളിവ് നശിപ്പിക്കുന്നതിന് ഇത് അവസരമൊരുക്കും. രക്തസാമ്പിളുകളിൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്തണമെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ തന്നെ വൈദ്യപരിശോധന നടത്തണം. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച അന്വേഷിക്കാൻ വകുപ്പ് തല തീരുമാനമുണ്ടാകുന്നത്. അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ പോലീസിൻ്റെ സൈഡിൽ എന്തെങ്കിലും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് DCPയെ ചുമതലപ്പെടുത്തി അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്, അദ്ദേഹം അന്വേഷിച്ചിട്ട് കൊടുക്കും. അതേസമയം നടപടികളിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് മ്യൂസിയം പോലീസിന്റെ മൊഴി. സാങ്കേതിക കാരണങ്ങളാലാണ് കാർ കണ്ടെത്താൻ സാധിക്കാത്തത്. രാത്രി സമയം സ്വകാര്യ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നതിനാൽ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്നും അന്വേഷണ ചുമതലയുള്ള DCP വിനോദിന് മൊഴി നൽകി. അപകട വിവരം പോലീസിനെ വിളിച്ചറിയിച്ചുവെന്ന മണിയൻപിള്ള രാജുവിന്റെ വാദത്തെയും പോലീസ് തള്ളി. വൈദ്യപരിശോധന ഫലത്തിൽ മദ്യത്തിന്റെ അളവ് കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് പോലീസ് നീക്കം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.